മിനിസ്റ്ററെ, ഇപ്പോ നെല്ല് സംഭരണം അനിശ്ചിതത്വത്തിൽ തുടർന്നു. എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടായിരുന്നു? ഇന്നലെ 24 ലോഡ് പോയി. ഇന്ന് അതുപോലെ ലോഡ് എടുക്കുന്നുണ്ട്. നെല്ല് സംഭരണം ഊർജിതമായി മുന്നോട്ട് തന്നെ നീങ്ങും. ഇന്ന് 2 മില്ലുകാർ കൂടി വന്നിട്ടുണ്ട്. ക്രമേണ എല്ലാ മില്ലുകളും വരും. സന്തോഷകരമായ ഒരു വാർത്ത പറയാനുള്ളത്, എടുത്ത നെല്ലെടുത്ത കർഷകർക്ക് ഒരാഴ്ചക്കുള്ളിൽ പണം കൊടുക്കാൻ പോവുകയാണ്. റൈസ് മില്ലേഴ്സ് ഓണേഴ്സ് അസോസിയേഷൻ അവർ ആരോപിക്കുന്നത് ലൈസൻസ് ഇല്ലാത്ത മില്ലുകളാണ് ഇപ്പോൾ നെല്ലെടുക്കുന്നത്. ഈ അപകടത്തിൽ പോയി വീണവൻ വെപ്രാളം കാട്ടുമല്ലോ, അതുപോലെ പലതും ഇനി പറയും. നെല്ലെടുക്കാൻ അവർ തയ്യാറല്ലല്ലോ. കർഷകരെ സഹായിക്കുക എന്നുള്ളതിലെ ഗവൺമെന്റ് ബാധ്യത. ഒരു വഴിവിട്ട മാർഗങ്ങളിലേക്കും പോകില്ല. യഥാർത്ഥ മില്ലുകാരെ കൊണ്ട് തന്നെ നെല്ലെടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് വരുന്ന ദിവസങ്ങളിൽ പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ കഴിയും. അവരെ ഉപേക്ഷിച്ച് മില്ലുടമകൾ ഞങ്ങളുടെ അടുത്തേക്ക് സഹകരിക്കാനുള്ള നിലപാടുകൾ എടുത്തതുകൊണ്ടാണ് ഇന്ന് 2 മില്ലൂടെ വന്നിട്ടുള്ളത്. തുടർന്ന് അതുപോലെ മില്ലുകളെല്ലാം ബോധ്യപ്പെട്ട് വരും. അങ്ങനെ നെല്ല് സംഭരണം പൂർണ്ണമായും വിജയിപ്പിക്കും. നിലവിലിപ്പോൾ എത്ര മില്ലുകളാണ് ഇപ്പോൾ സംഭരണം നടത്തുന്നത്? ഇന്നിപ്പോൾ 4 മില്ലായിട്ടുണ്ട്. ഓരോ ദിവസവും 2-3 മില്ലുകൾ വീതം കടന്നു വരും. സംഘടനയ്ക്ക് വേണ്ടിയാണോ കൃഷിക്കാർക്ക് വേണ്ടിയാണോ? ഞാൻ സംഘടനയ്ക്ക് വേണ്ടിയല്ല, കൃഷിക്കാരന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. കൃഷിക്കാരനെ സഹായിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ആദ്യത്തെ ദൌത്യം. അത് വിജയകരമായി പൂർത്തിയാക്കും. മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? എനിക്കറിയില്ല, അത് ഞാൻ പറയില്ല.